നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്നത്തെ വിഷയം നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 61ഉം 62ഉം ശ്ലോകം ആണ്. ആ ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും വളരെ പ്രാധാന്യമുള്ള 2 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലെ ഈ 61ഉം 62ഉം. അതിൻ്റെ വ്യാഖ്യാനം വളരെ പ്രയോജനപ്പെടുന്നതും ഇന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള ഇന്നത്തെ സമൂഹത്തിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ഒക്കെ എത്തിച്ചേരേണ്ട ഒരു സന്ദേശം തന്നെയാണ് ഇന്നത്തെ ഈ ഭഗവത്ഗീതയുടെ ഈ 2 ശ്ലോകങ്ങളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ശ്ലോകം എങ്ങനെയാണ്? ധ്യായതോ വിഷയ പുംസാൻ സംഗത്തേഷുപജായതേ സംഗാ സംജായതേ കാമ കാമാത് ക്രോധോ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ്യതി. ഭഗവാൻ കൃഷ്ണൻ ഈ 2 ശ്ലോകങ്ങളിലൂടെ ഒരു മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെയാണ് നശിച്ച് ജീവിതത്തിൽ അവൻ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഉയരാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയുകയാണ് 2 ശ്ലോകം. ഇതിൽ വളരെ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് വിഷയധ്യാനമാണ്. വിഷയധ്യാനത്തെക്കുറിച്ചും, വിഷയധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യൻ്റെ ഗതിയാണ് ഇവിടെ പറയുന്നത്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുമുള്ളതെല്ലാം വിഷയങ്ങളാണ്. നമ്മളെ ദുഃഖിപ്പിക്കുന്നതും വിഷയങ്ങളാണ്, സന്തോഷിപ്പിക്കുന്നതും വിഷയങ്ങളാണ്. എല്ലാ മനുഷ്യരും രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവൻ്റെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം വരെ, അതായത് ഉറങ്ങുന്ന സമയം വരെ ഇന്ദ്രിയത്തിൽ കൂടി കിട്ടുന്നതെല്ലാം തന്നെ ശേഖരിച്ചു വെച്ച് ചിന്തകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഒന്നുകിൽ അവനവൻ്റെ ശരീരത്തെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ മറ്റൊരുത്തൻ നമ്മളെ ദുഃഖിപ്പിച്ചതിനെ കുറിച്ചാകാം, നമുക്ക് കിട്ടിയ സന്തോഷത്തെക്കുറിച്ചാകാം, എന്തുമാകാം വിഷയധ്യാനത്തിൽ. പക്ഷെ വിഷയധ്യാനം ചിന്തകളിൽ വിഷയധ്യാനം തന്നെയാണ്. വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇന്ദ്രിയങ്ങളുമായിട്ട് നമ്മൾ സംവദിച്ചു പോകുന്ന അവസ്ഥയാണ് വിഷയധ്യാനം എന്ന് പറയുന്നത്. വിഷയധ്യാനം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന 2-ാമത്തെ അവസ്ഥ അതുമായിട്ട് സംഘം ചേരലാണ്. അതായത് അവൻ ആ ചിന്തയിൽ കൂടി കടന്ന് മനസ്സും ബുദ്ധിയും അതിൽ ഉറപ്പിച്ച് അത് സത്യമാണെന്നുള്ള തോന്നലിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയാണ് സംഘം എന്ന് പറയുന്നത്. അറ്റാച്ച് ആവുക അതിലേക്ക്. അതിനാണ് സംഘം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്നവരാണ്. ഓരോ നിമിഷവും അവനവൻ്റെ കുടുംബത്തിനായാലും ശരീരത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും വ്യക്തിപരമായ കാര്യങ്ങളായാലും മറ്റൊരുത്തൻ്റെ കാര്യങ്ങളായാലും വെറുതെ ചിന്തിച്ച് സമയം കളയുന്നവരാണ് 99.25 അരക്കാൽ ആളുകൾ. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടി പറയുന്നത് ഏതൊരു വ്യക്തിയാണോ ഇന്ദ്രിയങ്ങളിൽ കൂടി മാത്രം ഇന്ദ്രിയങ്ങളെ മാത്രം ധ്യാനിച്ചു കഴിയുന്നത്, അതായത് വിഷയങ്ങളിൽ കൂടി മാത്രം ചിന്തിച്ചു പോകുന്നത്, അവൻ അതുമായിട്ട് സംഘം ഉണ്ടാകുന്നു, അറ്റാച്ച് ആകുന്നു, അതിൽ മാത്രം ചിന്തിച്ചിരിക്കുക. അപ്പോൾ മനസ്സ്, ബുദ്ധി ഇതെല്ലാം സത്യമാണെന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും നമുക്ക് ദുഃഖം ഉണ്ടാവുകയും സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏതൊരു വിഷയത്തിലാണോ നമ്മൾ കൃത്യമായിട്ട് ഒട്ടിച്ചേരാൻ ശ്രമിക്കുന്നത്, അല്ല അതുമായിട്ട് ചിന്തിച്ചു പോകുന്നത്, അതിൽ കൂടി നമുക്ക് ഇച്ഛയുണ്ടാവും. അതിനെയാണ് കാമം എന്ന് പറയുന്നത്. ഇച്ഛയ്ക്കാണ് കാമം എന്ന് പറയുന്നത്. അതിനോടുള്ള ആഗ്രഹം ഉണ്ടാവും. ഒന്നുകിൽ സാധിച്ചെടുക്കാനുള്ള ആഗ്രഹം. ദുഃഖത്തിലാണെന്നുള്ള ദ്വേഷം ഉണ്ടാകും. ഏതെങ്കിലും ഒരു ദേഷ്യം അല്ല, ഇവിടെ ദ്വേഷമാണ്. മാനസിക തലത്തിലുണ്ടാകുന്ന വികാരത്തിൻ്റെ എന്തെങ്കിലും പ്രേരണ ചെലുത്തി മനസ്സ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ആ തലത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എങ്ങനെയും കരസ്ഥമാക്കിയേ പറ്റും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും കണ്ടംപററി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ തരുണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയല്ലേ. യുവാക്കൾക്കിടയിൽ സ്ത്രീകളെക്കുറിച്ചോ യുവതികളെക്കുറിച്ചോ ചിന്തിച്ചതിന് ശേഷം അവരെ കൈക്കലാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി
മുന്നോട്ട് പോകും. മനസ്സ് അതിൽ ഉറച്ചു പോയി, മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല. മനസ്സതിൽ ഉറച്ചു പോകും തോറും അത് കൈക്കലാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പോയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അതിനെ കൈക്കലാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മനസ്സെത്തിച്ചേരും, ബുദ്ധി എത്തിച്ചേരും. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ എന്തുണ്ടാവും? ക്രോധം ഉണ്ടാവും. ക്രോധം എന്ന് പറഞ്ഞാൽ കോപമാണ്. കിട്ടാതെ വരുമ്പം എങ്ങനെയെങ്കിലും നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന അവസ്ഥയിലെത്തും. ഇത് ഞാൻ പറഞ്ഞതിനകത്തിൽ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ. അതിപ്പം വസ്തുവിലാകാം, ഏതെങ്കിലും സാധനത്തിലാകാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിലാകാം. എന്തെങ്കിലും ഒന്നിൽ ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചു മാറ്റാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ തന്നെ മനസ്സ്, നിങ്ങൾ നടക്കുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ മനസ്സ് അതിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഈ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ പറയുന്ന ക്രോധത്തിലേക്ക് വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഇത് ഈ സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്രോധം വരുന്ന ഒരു വ്യക്തിക്ക് സമ്മോഹം ഉണ്ടാകുമെന്ന് പറയും. സമ്മോഹം എന്ന് പറഞ്ഞാൽ മോഹിതനായി പോകുന്ന അവസ്ഥ. മോഹം എന്ന് പറയുന്ന ഇവിടെ ആഗ്രഹമല്ല, ബുദ്ധിക്കുണ്ടാകുന്ന ഒരു ഭ്രമത്തിന്റെ സ്റ്റേജാണ് സമ്മോഹം എന്ന് പറയുന്നത്. ഒന്നും കേട്ടാലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് സമ്മോഹം എന്ന് പറയുന്നത്. എത്രയോ തലങ്ങൾ ഇങ്ങനെയുണ്ട്. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഏതെങ്കിലും മറ്റൊരു കാര്യവുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മൾ പറയുന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു ഉണർവും കാണിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയും അയാൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ തന്നെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയും വരും. അപ്പോൾ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരും. ആ ഭ്രമം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ് സ്മൃതിഭ്രംശം എന്ന് പറയുന്നത്. സ്മൃതി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക്, ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. വണ്ടിയിൽ ടൂ വീലറിൽ പോകുന്ന മിക്കവാറും പിള്ളേർ പാഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവൻ്റെ മസ്തിഷ്കം ചലിക്കുന്നത് ഒന്നുകിൽ അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. അത് നടപ്പാക്കാതെ വരും. അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വണ്ടി ഓടിക്കുന്ന കാര്യം ചിന്തിക്കുന്നതേ ഇല്ല. 4 വീലർ ആയാലും 2 വീലർ ആയാലും മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പോഴെന്തുണ്ടാവും? സ്മൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്ക് ഭ്രംശം ഉണ്ടാവും. നമുക്കതിൽ ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഭ്രംശം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിനാശം ഉണ്ടാകുന്നു എന്ന് പറയും. സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിക്ക് നാശം ഉണ്ടാകും. അപ്പം ബുദ്ധിക്ക് നാശം ഉണ്ടായി കഴിഞ്ഞാൽ പ്രണശ്യതയാണ്, അതായത് മനുഷ്യൻ നശിക്കുന്ന അവസ്ഥ. ശരീരത്തിൽ മനുഷ്യൻ നശിക്കുന്നില്ല, പക്ഷേ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അനുനിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്ന വിവേകമാണ് ക്രോധം മൂലം ഉണ്ടാകുന്ന സമ്മോഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്. അതുകൊണ്ടാണ് പലപ്പോഴും ക്രോധത്തിൽ ആക്രോശിച്ച് വെട്ടും കുത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ല. അമ്മയും അച്ഛനെയും പേരൻസിനെ പോലും വെട്ടിക്കൊന്ന് ചാക്കിനകത്ത് കയറ്റിയ കഥകളുണ്ട്. ഇപ്പം എത്രയോ കഥകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ കാമുകിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്ക് പുറകെ മണ്ണെണ്ണയും കൊണ്ട് ഓടിച്ച് അവൾ നശിച്ചു പോകണം, വേറൊരാൾ കല്യാണം കഴിക്കാനുള്ള അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ ഒരു 2 ശ്ലോകങ്ങൾ നമ്മുടെ യുവാക്കളിലേക്ക് ഒന്ന് എത്തിച്ചേർക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഈ യുവാക്കളുടെ ജീവിതത്തിൽ, യുവാക്കളുടെ മാത്രമല്ല വലിയവരുടെ ജീവിതത്തിൽ ബുദ്ധിമോശം കൊണ്ട് ആത്മഹത്യാ തലത്തിലേക്കും അതുപോലെ മറ്റുള്ളവരെ കൊല്ലുക, അവർക്ക് മാനഹാനി വരുത്തുക, അവരുടെ ശരീരനാശം വരുത്തുക, ഇങ്ങനെയുള്ള തലത്തിൽ നിന്നും ഒരു രക്ഷ നേടാനുള്ള അവസരം നമുക്കുണ്ടായി. നമ്മുടെ സംസ്കാരമാണിത്. ഈ സംസ്കാരം 5000 കൊല്ലങ്ങൾക്ക് മുൻപ് ഭഗവാൻ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എഴുതി വെച്ച 2 ശ്ലോകങ്ങളാണ്. ഈ ശ്ലോകങ്ങളെ വിലയിരുത്തൽ നടത്തി നമ്മുടെ എളിയ അല്ലെങ്കിൽ നമ്മുടെ ചെറു തലമുറയിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ തലമുറയ്ക്കുണ്ടാകുന്ന അതായത് വംശനാശത്തിന്റെ ഭീഷണിയിലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന് തീരാറാവാൻ പോവുക. എല്ലാം തന്നെ അധികകാലമൊന്നും ജീവിച്ചിരിക്കില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തി ജീവിതത്തിൽ നാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലൗകികമായി പോലും അവനൊന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരും. ആത്മീയത വിടെ ലൗകിക തലത്തിൽ പോലും അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. തൻ്റെ നില എന്താണെന്നുള്ളത് മറന്നു പോകുന്നതാണ് സ്മൃതിഭ്രംശം. അതോടെ ആധ്യാത്മികവും ലൗകികമായ ലക്ഷ്യബോധമില്ലാതെയായി ബുദ്ധി മറയുന്നു എന്ന് പറയും. തന്നിമിത്തം എല്ലാ തരത്തിലും ആപത്തും പതനവും വന്നു ചേരും. ഇതാണ് ഈശ്വരനെ മറന്നുള്ള വിഷയധ്യാനത്തിൻ്റെ അന്ത്യം അഥവാ
പ്രവൃത്തി മാർഗത്തിൻ്റെ അഥവാ പ്രേയോമാർഗത്തിൻ്റെ അന്ത്യം എന്ന് പറയും. പ്രേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഓരോ ചാവല്യങ്ങളാണ് പ്രേയം എന്ന് പറയുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഭാഗവത്തിലെ ഒരു കഥയുണ്ട്. ഉദ്ധവ ഉപദേശത്തിൽ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായി, അത് കഥ കെട്ടുകഥയാണെന്ന് വിചാരിച്ച് പോകരുത്. ആ കഥയ്ക്ക് പിന്നിലും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു തത്വം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈശ്വരപ്രാപ്തിക്കായി പരിശ്രമിക്കാൻ മനുഷ്യനെ ജീവിക്കുന്ന തലത്തിലേക്ക് ഈശ്വരപ്രാപ്തിക്കായിട്ട് വേണം മനുഷ്യൻ ജീവിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഈശ്വരനെ മറന്നുള്ള വിഷയധ്യാനത്തിൽ നിന്നും ഉദ്ധവർക്ക് കൊടുത്ത ഈ ഭഗവാൻ കൃഷ്ണൻ കൊടുത്ത ഈ ഒരു സന്ദേശം നമ്മളിൽ എല്ലാവരിലും എത്തിച്ചു. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണെങ്കിൽ പോലും ആ കഥയിൽ സത്യസന്ധമായ കുറേ വാക്കുകളുണ്ട്. ചിത്തവൃത്തികളെ അറിയുന്ന ആത്മാവാണ് താൻ എന്ന ബോധമാകുന്ന ജ്ഞാനനിഷ്ഠ കൊണ്ട് ത്രിഗുണങ്ങളെ അകറ്റി ജീവൻ മുക്തനായി തീരാൻ കഴിയും എന്ന് ഭഗവാൻ അതിൽ പറയും. പ്രപഞ്ചത്തിലെ ത്രിഗുണങ്ങളാണ് ഒരു മനുഷ്യനെ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയസുഖത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ത്രിഗുണങ്ങളെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണിത്. ഇത് മാറി മാറി ജീവിതത്തിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞാൽ തമോ ഗുണത്തിലാണെന്നെങ്കിൽ ചാവല്യത്തിൻ്റെ അങ്ങേയറ്റം അതിനെ നശിപ്പിക്കാനുള്ള ത്വര പോലും അതിന് എഗനസ്റ്റായിട്ട് അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന വ്യക്തിയാണോ വസ്തുവാണോ എന്തുമായാലും അതിനെ നശിപ്പിക്കാനുള്ള ഒരു ത്വര പോലും ഉണ്ടാകുന്നത് ഈ ത്രിഗുണങ്ങളുടെ കഴിവുകൊണ്ടാണ്. ഇതിനെ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് മനുഷ്യന് ഉന്നതിയിലേക്ക് പോകാൻ ആധ്യാത്മിക തലത്തിൽ ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കാത്തത്. ഇതിന് ദുസംഗം തീരെ വർജിക്കണമെന്ന് പറയും. അതായത് ദുർജനങ്ങളുമായിട്ടുള്ള സംഘം നമ്മൾ വെടിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് പറയും. ഇവിടെ പറയാൻ പോകുന്നത് പുരൂരവസിൻ്റെ അല്ലെങ്കിൽ ഇള എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പുത്രനായിരുന്നു പുരൂരവസ്. അതുകൊണ്ടാണ് ഇതിനെ ഐളഗീത എന്നാണ് പറയുന്നത്. പുരൂരവസിൻ്റെ കഥയാണ് ഇവിടെ പറയാം. ചക്രവർത്തിയായ പുരൂരവസിൻ്റെ സൗന്ദര്യം, പരാക്രമം, പ്രഭാവം, ഔദാര്യം, സ്വഭാവശുദ്ധി മുതലായ ഗുണങ്ങളെ ഒരിക്കൽ നാരദ മഹർഷി സ്വർഗസദസ്സിൽ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ വർണ്ണിച്ചു. സ്വർഗസുന്ദരിയായ ഉർവശിക്ക് അദ്ദേഹത്തിൻ്റെ പത്നീപദം അലങ്കരിക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹവുമായി 59 കൊല്ലം പത്നീപദം സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്തു. അനന്തരം ഉർവശിയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ദേവലോകത്തു നിന്നും ഗന്ധർവന്മാർ എത്തുകയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഉർവശിയുടെ പിന്നാലെ പുരൂരവസ് പ്രിയെ നിൽക്കൂ എന്ന് പറഞ്ഞ് പൂർണ്ണ നഗ്നനായി ഓടി എന്ന് ചരിത്രം പറയുന്നു, എന്ന് കഥ പറയും. ചക്രവർത്തിയായ തനിക്ക് തിരികെ ബോധത്തിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് പുരൂരവസ് പുലമ്പുന്നത്. ഇപ്പോഴും കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് തനിക്കുണ്ടായതെന്നാണ്. വിഷയാസക്തി മൂലം മനസ്സ് ദുഷിച്ചവനായ തൻ്റെ അവിവേകത്തിൻ്റെ വലിപ്പം നോക്കാൻ പറയുന്നു അദ്ദേഹം. അവിവേകമാണിതല്ല. ഉർവശിയുടെ ആലിംഗനത്തിൽ മുഴുകി അന്ധകാരത്തിൽ കഴിഞ്ഞ 59 വർഷം ഉർവശിയാൽ അപഹരിക്കപ്പെട്ട വിവേചന ശക്തിയോടുകൂടിയ തൻ്റെ ആയസിൻ്റെ വലിയൊരു അംശമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയും, നമ്മുടെ ജീവിതം മൊത്തം ഇങ്ങനെ അംശമായി പോവാണ്. നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ എന്തിലെങ്കിലും അടിപ്പെട്ടു പോകുന്ന മനസ്സ്. ഉർവശിയുടെ കളിപ്പാവയായിരുന്നു പുരൂരവസ്. അവർ പറയുന്ന പോലെ അന്ധകാരത്തിലാണ് ജീവിച്ചത്. അതിന് പിന്നിലും വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. തൻ്റെ രാജ്യത്തെയും തന്നെയും പുല്ലുപോലെ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീയുടെ പിന്നാലെ ഭ്രാന്തനെ പോലെ നഗ്നനായി ഓടിയ ആ മനുഷ്യൻ. ചക്രവർത്തിയുള്ള ബോധം നശിച്ചു, പ്രജയെ നോക്കണമെന്നുള്ള ആ ഒരു തലം നശിച്ചു. അങ്ങനെ അത്രത്തോളം തരം താണ നിലയിലുള്ള തനിക്ക് എങ്ങനെ പ്രജകളെ ഭരിക്കാനാവും എന്ന് പുരൂരവസ് പറയുന്നുണ്ട്. ഇതാണ് പുരൂരവസിന്റെ വാക്കുകൾ. ഭഗവാൻ പറയുന്നു, വിദ്യ, തപസ്, ത്യാഗം, ശാസ്ത്ര അഭ്യാസം, ഏകാന്തവാസം, മൗനം ഇവയെല്ലാം മനസ്സിനെ അടക്കാനുള്ള അനുഷ്ഠാനങ്ങളാണ്. സ്ത്രീയിൽ ആസക്തി ഉള്ളിടത്തോളം കാലം എന്തെല്ലാം ചെയ്താലും മനസ്സ് അടങ്ങില്ല. നെയ്യൊഴിക്കും തോറും ആളിക്കത്തുന്ന അഗ്നിയെപ്പോലെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരികയുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ, സ്ത്രീയുടെ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ. പക്ഷെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തലത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സമ്പത്താണേലും അതുപോലെ തന്നെ.
ഭക്തി പോലും അഡിക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മനസ്സിനെ അടക്കാതെ, ഇന്ദ്രിയങ്ങളെ അടക്കാതെ ബുദ്ധിക്ക്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ശുദ്ധി ഉണ്ടാവില്ല, മനഃശുദ്ധി ഉണ്ടാവില്ല. ജീവിതത്തിൽ നമ്മൾ ഒരു കാരണവശാലും മുന്നോട്ട് കുതിക്കാൻ, ആധ്യാത്മതലത്തിൽ മുന്നോട്ട് കുതിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കണ്ടുവരുന്നത്, ഞാനിടുന്ന വളരെയധികം ആളുകൾക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വളരെ കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടാവാം, അതിലൊന്നും എനിക്ക് വിഷയമേ അല്ല. പക്ഷേ എനിക്കൊരു കടമയുണ്ട്, അത് ഞാൻ ചെയ്തു തീർക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.